ഹായ് ഫ്രണ്ട്സ്, കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് SCERT ക്ലാസ് ആണ് കേട്ടോ അത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 8-ലെ 13th ലെസൺ വൈവിധ്യം നിലനിൽപ്പിന് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നല്ല പിക്ചറൊക്കെ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി എന്താണ് ജീവമണ്ഡലം? നമ്മൾ ന്യൂ SCERT-ൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. എന്നാലും ഒന്ന് കവർ ചെയ്ത് പോവാം. ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ച് കിടക്കുന്നു. ഇപ്പോൾ ജീവമണ്ഡലം എന്നാൽ ഭൗമ ഉപരിതലത്തിലുണ്ട്, അന്തരീക്ഷത്തിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുമായി വ്യാപിച്ച് കിടക്കുന്ന ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ക്ലിയർ അല്ലേ? ജീവൻ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി ജീവമണ്ഡലം വ്യാപിച്ചു കിടക്കുന്നു. ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് അജീവീയ ഘടകങ്ങളും ആവശ്യമാണ്. എന്തൊക്കെ അജീവീയ ഘടകങ്ങളാണ് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്? സൂര്യപ്രകാശം, വായു, മണ്ണ്, ജലം, ഇതൊക്കെ എന്താണ്? അജീവീയ ഘടകങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യവുമാണ്. മണ്ണ് എന്തിനാണ്? നമുക്ക് നിലനിൽപ്പിനാണ് അല്ലേ? നമുക്ക് വസിക്കാൻ വേണ്ടിയിട്ടാണ്. വായു ശ്വസിക്കാൻ, ജലം എന്തിനു വേണ്ടിയിട്ടാണ്? കുടിക്കാൻ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യരും അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അടക്കമുള്ള ജന്തുജാലങ്ങൾ അടക്കമുള്ള എല്ലാ ജീവഘടകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അജീവീയ ഘടകങ്ങളെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ സ്രോതസ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ സ്രോതസ്സ് സൂര്യനാണ്. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ സ്രോതസ്സ് സൂര്യനാണ്. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഊർജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് ജീവികളിലെത്തുന്നത് ആണല്ലോ. നമ്മുടെ ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഹെർബിവോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കാർണിവോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗാനിസംസ് അല്ലേ, നെക്സ്റ്റ് ലെവൽ ഓഫ് കാർണിവോഴ്സ്. അപ്പോൾ ഈ ഒരു സൂര്യപ്രകാശം എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ആ ഒരു ഹെർബിവോർ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ജീവിയിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ കാർണിവോഴ്സിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ കാർണിവോഴ്സിലേക്ക് അങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത്. ഈ ഊർജമാണ് ഭക്ഷ്യശൃംഖല വഴി ഫുഡ് ചെയിൻ വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് ജീവികളിലേക്ക് എത്തുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ ഉൽപാദകർ പ്രൊഡ്യൂസേഴ്സ് എന്നും നേരിട്ടോ അല്ലാതെയോ ഊർജത്തിന് വേണ്ടി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്നുമാണ് പറയുന്നത്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നും അവയെ ആഹാരമാക്കുന്നവയെ ദ്വിതീയ ഉപഭോക്താക്കൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നും പറയാം. ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ഇതിൽ എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് ഹെർബിവോഴ്സ് ആയിരിക്കും, സെക്കൻഡറി കൺസ്യൂമേഴ്സ് കാർണിവോഴ്സ് ആയിരിക്കും, പിന്നെ ടേഴ്സറി കൺസ്യൂമേഴ്സും എന്തായിരിക്കും? കാർണിവോഴ്സ് തന്നെയായിരിക്കും ആണല്ലോ. ഇനി പ്രകൃതിയിലെ ആഹാരബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന ഭക്ഷ്യശൃംഖലാ ജാലം അല്ലെ, ഭക്ഷ്യശൃംഖലാ ജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ചെയിൻസ്, കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ചെയിൻ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഫുഡ് ചെയിൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ്? ഒരു നെല്ല് കഴിക്കുന്ന എലിയെ കഴിക്കുന്ന എന്താണ്? പരുന്ത്. ഇതൊരു ചെറിയ ഫുഡ് ചെയിനാണ്. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഫുഡ് ചെയിനുകളെയാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇതിൽ നെല്ല് എന്താണ്? പ്രൊഡ്യൂസേഴ്സാണ്. എലി എന്താണ്? പ്രൈമറി കൺസ്യൂമറാണ്. പ്രൈമറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യുന്ന പരുന്ത് സെക്കൻഡറി കൺസ്യൂമറാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഭക്ഷ്യശൃംഖലാജാലത്തിൻ്റെ നിഗമനങ്ങൾ ഈ ഭാഗത്തൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ ഇക്കോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വരാം. ഇക്കോളജി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും
ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എന്ന് പറയുന്നത്. വിവിധ തരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നു. ഒന്നുകൂടി നോക്കാം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. വിവിധ തരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നു. ഇനി ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറയാം. ഇക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ടേം വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എഴുതാം കേട്ടോ. ഓയിക്കോസ്. ഇക്കോളജിയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇക്കോളജിയുടെ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. അപ്പോൾ നോക്കാം. എന്താണ്? ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്ന ടേം വന്നിരിക്കുന്നത്. ഓയിക്കോസ് എന്നത് ഗ്രീക്ക് പദമാണ് കേട്ടോ. ഗ്രീക്ക് പദമാണ്. ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്ന ടേം വന്നിരിക്കുന്നത്. ഓയിക്കോസ് എന്നാൽ വാസസ്ഥലം എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി ഈ ഇക്കോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതുപോലെ ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് കേട്ടോ. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എഴുതാം. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് ഇക്കോളജിയുടെ പിതാവ്. ഇനി ആധുനിക ഇക്കോളജിയുടെ പിതാവ്, അത് തമ്മിൽ മാറിപ്പോവരുത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഫാദർ ഓഫ് ഇക്കോളജി ആണ്. ഇനി ഫാദർ ഓഫ് മോഡേൺ ഇക്കോളജി എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓഡം ആണ് കേട്ടോ. യൂജിൻ പി ഓഡം. ഇതെന്താണ്? മോഡേൺ ഇക്കോളജിയുടെ ഫാദറാണ് യൂജിൻ പി ഓഡം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. കൂടാതെ ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പിന്നെ മോഡേൺ ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓഡം. ഈ കാര്യങ്ങൾ മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ക്ലിയർ ആയല്ലോ ഈ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞത്? ഇനി അടുത്തത് ഫുഡ് വെബാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകളെയാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി പോഷണ തലങ്ങളെക്കുറിച്ച് നോക്കാം. ഓൾറെഡി കവർ ചെയ്തതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ, എങ്കിലും നമുക്ക് റിവിഷനും ആവുമല്ലോ. ഓക്കെ, പോഷണ തലങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക് ലെവലിനെ കുറിച്ച് നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. എന്ത്? പോഷണതലം എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായതിനാൽ ഒന്നാം പോഷണതലം ഏതാണ്? സസ്യങ്ങളാണ്. ഒന്നാം പോഷണതലത്തിൽ ഉൾപ്പെടുത്തുന്നത് സസ്യങ്ങളെയാണ്. ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായതിനാൽ ഒന്നാം പോഷണതലം എന്ന് പറഞ്ഞ് നമുക്ക് ഉൾപ്പെടുത്താവുന്നത് സസ്യങ്ങളെ തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. ഒന്നാം പോഷണതലത്തിലെ സസ്യങ്ങൾ കഴിഞ്ഞ് രണ്ടാം പോഷണതലത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ്? സസ്യാഹാരികളാണ്. ഹെർബിവോഴ്സിനെയാണ് എവിടെ ഉൾപ്പെടുത്തുക? രണ്ടാം പോഷണതലത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹെർബിവോഴ്സ് ആണ്, സസ്യാഹാരികളാണ്. ഓക്കെ, ഇനി ഈ ഹെർബിവോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർണിവോഴ്സ് ആയിട്ടുള്ള മാംസാഹാരികളായിട്ടുള്ളവയെ മൂന്നാം പോഷണതലത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരാണ് നാലാം പോഷണതലത്തിൽ ഉള്ളത്. ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലത്തിൽ ഉൾപ്പെടാം. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേ ബോക്സ് തന്നെ നമ്മൾ ന്യൂ SCERT പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല.
ഈ രീതിയിലാണ് ഒന്നാം പോഷണതലം സസ്യങ്ങൾ ഉൽപാദകരാണ് അവർ. രണ്ടാമത്തെ പോഷണതലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യത്തെ ആഹാരമാക്കുന്ന ഹെർബിവോഴ്സ് ആണ് എന്തിൽ രണ്ടാം പോഷണതലത്തിൽ വരുന്നത്. മൂന്നാം പോഷണതലം എന്ന് പറയുമ്പോൾ ദ്വിതീയ ഉപഭോക്താക്കളാണ്, കാർണിവോഴ്സ് ആണ്. ഈ കാർണിവോഴ്സിനെ ഇരപിടിക്കുന്ന മാംസാഹാരികൾ തന്നെയാണ് നാലാമത്തെ പോഷണതലത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, പുല്ല്, മുയൽ, പരുന്ത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ പരുന്തിന് ഇവിടെ എത്രാമത്തെ സ്ഥാനമാണ് വരുന്നത്? ഒന്നാം പോഷണതലം, രണ്ടാം പോഷണതലം, മൂന്നാം പോഷണതലത്തിലാണ് പരുന്ത് വരുന്നത്. ഈ സെയിം പരുന്ത് അടുത്തൊരു ഫുഡ് ചെയിനിൽ വരുമ്പോൾ എവിടെയാണ്? നാലാം പോഷണതലത്തിലാണ്. കണ്ടോ, മൂന്നാമത്തെ ഒരു ഫുഡ് ചെയിനിൽ വരുമ്പോൾ ഇവിടെ അഞ്ചാം പോഷണതലത്തിലാണ് പരുന്ത് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് എന്ത്? ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലത്തിൽ ഉൾപ്പെടാം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും പോഷണതലത്തിലെ ജീവികളുടെ സ്ഥാനവും എന്തല്ല? സ്ഥിരമല്ല. പോഷണതലത്തിലെ ജീവികളുടെ സ്ഥാനവും അതുപോലെ തന്നെ ഒരു ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും ഈ ജീവികളുടെ സ്ഥാനവും സ്ഥിരമല്ല എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതയും ദൈർഘ്യവും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ കണ്ടത്. ഇനി ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ, ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയായിരിക്കും ഈ ഭാഗത്ത് വരുന്നത്? നമ്മൾ പറഞ്ഞ മ്യൂച്വലിസം, കമൻസലിസം, പാരസൈറ്റിസം അല്ലേ, അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കിയോ, പൂവും പൂമ്പാറ്റയും മാവും മരവാഴയും മാനും കടുവയും. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഏത് കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്? മാവും ഇത്തിൽക്കണിയും നെല്ലും കളകളും. അപ്പോൾ നോക്കാം, ഇരപിടുത്തം. ഏറ്റവും ആദ്യം ഇരപിടുത്തമാണ് തന്നിരിക്കുന്നത്. ഇരപിടുത്തത്തിൽ എങ്ങനെയാണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമായിട്ടുള്ളതാണ്. അപ്പോൾ കടുവയും മാനും എങ്ങനെയാണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഇര പിടിയന് ഭക്ഷണം ലഭിക്കും, പക്ഷേ ആ ജീവിയെ സംബന്ധിച്ച്, ഇര പിടിക്കാനായിട്ടുള്ള ആ ഒരു മാനിനെ സംബന്ധിച്ച് മാനിൻ്റെ ജീവിതം തന്നെ അവിടെ നഷ്ടമായി അല്ലേ. ഇനി പരാദജീവനം. പരാദജീവനം എന്ന് പറയുമ്പോൾ പാരസൈറ്റിസം. ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. പരാദം പോഷണത്തിനായി ആതിഥേയനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ മാവും ഇത്തിൽക്കണ്ണിയും കഴിഞ്ഞ USCRT നമ്മൾ എന്തിനാണ് പഠിച്ചത്? നായയും നായയുടെ മുഖത്തിരിക്കുന്ന ഒരു ചെള്ളിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ മാവും ഇത്തിൽക്കണിയും തമ്മിലുള്ള ബന്ധം, ഇത്തിൽക്കണി എന്താ ചെയ്യുന്നത്? ഫുള്ള് പോഷണങ്ങളും മാവിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി മത്സരം എന്ന് പറയുന്നത് എന്താണ്? കോമ്പറ്റീഷൻ. തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നത് ആരാണോ അവയ്ക്ക് ഗുണകരമാണ്. നെല്ലും കളയുമാണ് എക്സാമ്പിൾ. ഇനി വരുന്നത് മ്യൂച്വലിസം. മ്യൂച്വലിസം രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതാണ് മ്യൂച്വലിസം. മ്യൂച്വലി ഗുണകരമാണ്. പൂവും പൂമ്പാറ്റയും. പൂവിൽ പോളിനേഷൻ നടക്കും, പൂമ്പാറ്റയുടെ വിശപ്പും മാറും. കമൻസലിസം ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷവും ഇല്ല ഗുണവും ഇല്ല. മാവും മരവാഴയും തമ്മിലുള്ള ബന്ധമാണ്. മരവാഴ എന്താണ്? ഒരു എപ്പിഫൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് വാസസ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാവിന് പ്രത്യേകിച്ച് ദോഷവും ഇല്ല ഗുണവും ഇല്ല. ഓക്കെ അല്ലേ. അപ്പോൾ കമൻസലിസം. അപ്പോൾ ഇത്രയാണ് ജീവി ബന്ധങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നാം കാണാത്തതും അറിയാത്തതുമായ നിരവധി പ്രതിവർത്തനങ്ങൾ പ്രകൃതിയിലുണ്ട്. ഈ പ്രതിവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലനവും സ്ഥിരതയും നിലനിർത്തുന്നത്. ആഹാരബന്ധങ്ങൾ ജീവികൾ തമ്മിലുള്ള പ്രതിവർത്തനങ്ങൾക്ക് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. നമ്മൾ അറിയാത്ത തന്നെ ഒരുപാട് പ്രതിവർത്തനങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ആയിട്ടുള്ള പ്രതിവർത്തനങ്ങൾക്ക് എക്സാമ്പിളാണ് എന്ത്? ഈ ആഹാരബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ. വനം, സമുദ്രം, പുൽമേടുകൾ, തുന്ദ്ര, തണ്ണീർത്തടം, മരുഭൂമി. ഈ ആവാസ വ്യവസ്ഥകളുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കണ്ടെത്താൻ പിള്ളേരോട് പറയുകയാണ്. നമുക്കത് ആവശ്യമില്ലല്ലോ. ഇനി ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നോക്കാം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടും. ഓർക്കുന്നുണ്ടല്ലോ, ഓൾഡ് സിയാട്ടിൽ പറഞ്ഞതാണ്. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വൈവിധ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജൈവ വൈവിധ്യത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത്? ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം വരുന്നുണ്ട്, സ്പീഷീസുകളുടെ വൈവിധ്യം വരുന്നുണ്ട്, ജനിതക വൈവിധ്യവും വരുന്നുണ്ട്.
അപ്പോൾ ജീവിമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസൻ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1985. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസൻ 1985 ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ എന്തൊക്കെയാണ് സേവനങ്ങൾ എന്ന് നോക്കാം. ഭക്ഷണം, മരുന്ന്, ഇന്ധനം, നിർമ്മാണ വസ്തുക്കൾ, ഈ ആവശ്യ വസ്തുക്കളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഭക്ഷണമാണെങ്കിലും മരുന്നാണെങ്കിലും ഇന്ധനങ്ങളാണെങ്കിലും നിർമ്മാണ വസ്തുക്കളാണെങ്കിലും ഒക്കെ ജൈവ വൈവിധ്യത്തിൻ്റെ സേവനങ്ങളായി നമുക്ക് പറയാവുന്നതാണ്. ഇനി പാരിസ്ഥിതിക സേവനങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം, ശുദ്ധജല ലഭ്യത, പിന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം. ഇനി സഹായക സേവനങ്ങൾ എന്തൊക്കെയാണ്? പോഷക ചംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം. പിന്നെ വരുന്നത് സാംസ്കാരിക സേവനങ്ങളിൽ സൗന്ദര്യ ആസ്വാദനം, വിനോദങ്ങൾ, പഠനം, ആചാര അനുഷ്ഠാനങ്ങൾ ജൈവ വൈവിധ്യ സേവനങ്ങളായി നമുക്ക് പറയാവുന്നതാണ്. പാരിസ്ഥിതിക സേവനങ്ങൾ, സാംസ്കാരിക സേവനങ്ങൾ, സഹായക സേവനങ്ങൾ, അവശ്യ വസ്തുക്കളുടെ ലഭ്യത, ഇതെല്ലാം ജൈവ വൈവിധ്യ സേവനങ്ങളായി പറയാവുന്നവയാണ്. ഇനി ജൈവ വൈവിധ്യ ശോഷണം. ജൈവ വൈവിധ്യ ശോഷണം എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന് കോട്ടം സംഭവിക്കുന്നതാണ് അല്ലേ? ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗം ഏതാണ്? പക്ഷികളാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. കൗതുകകരമായ ശാസ്ത്രീയ വിനോദം കൂടിയാണ് പക്ഷി നിരീക്ഷണം. പരിചിതമല്ലാത്തവയെ തിരിച്ചറിയാൻ പുസ്തകങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായമൊക്കെ തേടി കൂടുതൽ പക്ഷികളെക്കുറിച്ച് അറിയാനാണ് പറയുന്നത്. നമുക്ക് ഇവിടെ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യ ഭീഷണിയിൽ എന്നൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് PSC പോയിന്റ് ഉണ്ട്. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു. 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുണ്ട് പശ്ചിമഘട്ടത്തിന്. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. വനങ്ങൾ, പുൽമേടുകൾ, കാവുകൾ, ചതുപ്പുനിലങ്ങൾ, നദികൾ, കുളങ്ങൾ മുതലായ ആവാസ വ്യവസ്ഥകളാൽ സമൃദ്ധമാണ് പശ്ചിമഘട്ടം. ലോകത്ത് തന്നെ അപൂർവമായ ജീവികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ വിവേകപൂർവമല്ലാത്ത ഇടപെടലുകൾ ഈ ഭൂഭാഗത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി, നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ച അണകൾ, ഖനനം, വനസമ്പത്തിന്റെ ചൂഷണം, ടൂറിസം, വേട്ട തുടങ്ങിയ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ ശോഷണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ ശോഷണത്തിന് കാരണമായിട്ടുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ ഏതൊക്കെയാണ്? കൃഷി, നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടുകൾ, ഖനനം, വനസമ്പത്തിൻ്റെ ചൂഷണം, ടൂറിസം, വേട്ട എന്നിവ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ ശോഷണത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെ? സഹ്യപർവ്വതം, സഹ്യാദ്രി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന് ഏകദേശം 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിൽ അധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഉണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ പക്ഷികളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓർണിത്തോളജിയാണ്. ഓർണിത്തോളജി, പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ഓക്കെ, ഇനി ഇവിടെ ഒരു പക്ഷിയും പാടുന്നില്ല. ഈ ഭാഗം ഒന്ന് വായിക്കാം. PSC പോയിന്റ് ഉണ്ട്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം.
ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. അമേരിക്കൻ ഗവേഷകയാണ്. 1962 ഈ ഒരു പുസ്തകം ഇവർ എഴുതിയിട്ടുള്ളത്. ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം റേച്ചൽ കേഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന് പഠന റിപ്പോർട്ടുകളുടെ പിൻബലത്തിൽ അവർ സമർത്ഥിച്ചു. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. 1962 അമേരിക്കൻ ഗവേഷകയാണ് റേച്ചൽ കേഴ്സൺ. ഇൻസെക്റ്റ് ബോംബ് എന്നറിയപ്പെടുന്നത് DDT ആണ്. അങ്ങനെ 1962 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇതിൽ DDTയെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് 1972 അമേരിക്കയിൽ DDT നിരോധിച്ചു. ഓക്കെ അല്ലേ? ഈ കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കണം. ഇനിതാ അന്യം നിന്ന് പോയിട്ടുള്ള കുറച്ച് ജീവികളെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. വംശനാശം സംഭവിച്ച ചില ജീവികളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണയായിരുന്ന ഡോഡോ. അപ്പോൾ ഡോഡോ പക്ഷിയെ കണ്ടിരുന്നത് എവിടെയാണ്? മൗറീഷ്യസ് ദ്വീപിലാണ്. കണ്ടല്ലോ പിക്ചർ. താറാവിനെ പോലൊക്കെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ് ഡോഡോ. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണമായിരുന്ന ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത ഇനം പക്ഷി ലക്ഷക്കണക്കിന് എണ്ണം ഉൾക്കൊള്ളുന്ന കൂട്ടങ്ങളായി അമേരിക്കയിലെ ആകാശങ്ങളിൽ പറന്നിരുന്ന സഞ്ചാരിപ്രാവുകൾ. അമേരിക്ക. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗത്തുണ്ടായിരുന്ന കാട്ട് സീബ്ര ഇനമായിട്ടുള്ള ക്വാഗ. ഓക്കെ, അപ്പോൾ ആഫ്രിക്കയിലെ ക്വാഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാട്ട് സീബ്ര ഇനമാണ്. കണ്ടാൽ എന്ത് സീബ്രയെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് അന്യം നിന്ന് പോയിട്ടുള്ള കണ്ണികൾ എന്ന് പറയുന്നത്. മൗറീഷ്യസ് ദ്വീപിൽ കണ്ടിരുന്ന ഡോഡോ എന്ന പക്ഷി, അതുപോലെ അമേരിക്കയിലെ സഞ്ചാരിപ്രാവ്, ആഫ്രിക്കയിൽ ക്വാഗ എന്നിവയാണ് എന്ത് വിടവാങ്ങിയയിൽ ഉൾപ്പെടുന്ന ജീവികൾ. 3 ജീവികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ചാരിപ്രാവ് അമേരിക്ക, ഡോഡോ ഉണ്ട്, പിന്നെ അതുപോലെ ക്വാഗയുണ്ട്. ഓക്കെ, ഇനി പരിരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരും നശിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, അശോകമരം, മരമഞ്ഞൾ. ഓക്കെ, ഇനി ഇവിടെ റെഡ് ഡേറ്റ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ റെഡ് ഡേറ്റ ബുക്ക്. USCRTയിൽ വായിച്ചതാണ്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡേറ്റ ബുക്ക്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? IUCN ആണ്. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകമാണ് എന്ത്? റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റെഡ് ഡേറ്റ ബുക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ IUCN വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി വർഷാവർഷം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. IUCNന്റെ പബ്ലിക്കേഷനാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN. റെഡ് ഡേറ്റ ബുക്ക് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും അതുപോലെ ജന്തുക്കളുമാണ് തന്നിരിക്കുന്നത്. അശോകമരം, മരമഞ്ഞൾ, പിന്നെ മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ. ഇനി വൈവിധ്യം സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്? അറിയുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അറിയുക, അതിനെ സംരക്ഷിക്കുക, അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക.
സർക്കാർ ജൈവസമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളുമുണ്ട്. അതോടൊപ്പം സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ജൈവസമ്പന്ന മേഖലകളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ SCERT നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി നോക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നും ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെ എക്സിറ്റു കൺസർവേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഈ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ് എന്ത്? വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവയൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ എന്നിവ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് വന്യജീവി സങ്കേതം? വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ് നോക്കാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. എക്സാമ്പിള് പേപ്പാറ, പെരിയാർ, വയനാട് വന്യജീവി സങ്കേതങ്ങളൊക്കെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ നാഷണൽ പാർക്കുകളോ? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ. വന്യജീവി സംരക്ഷണം പ്ലസ് ചരിത്ര സ്മാരകങ്ങൾ പ്ലസ് പ്രകൃതി വിഭവങ്ങൾ പ്ലസ് ഭൗമ സവിശേഷതകൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയൊക്കെ കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടു കൂടിയിട്ട് സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഫോർ എക്സാമ്പിൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒരു കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ്. ജനപങ്കാളിത്തത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇനി ബയോസ്ഫിയർ റിസർവ് എന്താണ്? ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുടെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിശാലമായ പ്രദേശമാണ്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യമല എന്നൊക്കെ എക്സാമ്പിളാണ്. ഇനി അടുത്തത് കാവുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ എന്ന് പറയുന്നത്. വിസ്തൃതി കുറവാണ്, മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. ഇനി അടുത്തത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇവ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമൻ മേഖല എന്നിവയാണ് ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ ഉള്ള 3. ഇന്ത്യയിലെ 3 പറയുന്നത് പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെയാ ഇൻസിറ്റു കൺസർവേഷനുമായി ബന്ധപ്പെട്ട് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവ്,
അല്ലെ, കാവുകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷനിൽ വരുന്ന ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡൻ, അതായത് സൂ. ഓക്കെ, ട്രിവാൻഡ്രം സുവോളജിക്കൽ ഗാർഡൻ. ഓക്കെ, പുത്തൂർ സുവോളജിക്കൽ ഗാർഡൻ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പറയണം, കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ സുവോളജിക്കൽ ഗാർഡൻ. ഇനി അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ എന്നിവയാണ് എക്സിറ്റു കൺസർവേഷനിൽ നമുക്ക് പഠിക്കേണ്ട എക്സാമ്പിൾസ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻസ്. അപ്പോൾ സുവോളജിക്കൽ ഗാർഡൻ എക്സാമ്പിളായിട്ട് നമുക്കോട് തന്നിരിക്കുന്നത് ഏതാണ്? ട്രിവാൻഡ്രം സുവോളജിക്കൽ ഗാർഡൻ ആണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ റീസെൻ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തതായതുകൊണ്ട് നമുക്ക് ചോദ്യ സാധ്യതയുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ പറയുക. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. ഓക്കെ, വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവ. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്ന ഈ ഒരു സുവോളജിക്കൽ ഗാർഡൻ ആണ് നമ്മുടെ പുത്തൂരോട്ട് വന്നിട്ടുള്ളത്. പുത്തൂരും തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ നോക്കാം. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണിവ. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡനുകൾ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഈ JNTBGRI എന്ന് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JNTBGRI. ഇനി കോഴിക്കോട് ഒളവണ്ണയിലുണ്ട് എന്ത്? MBG, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏതിന് എക്സാമ്പിളായിട്ട് വരുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്. വൈവിധ്യമാർന്ന സ്പീഷീസിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇനി ജീൻ ബാങ്കുകൾ എന്താണ്? വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ഓക്കെ, ആവശ്യമായ അവസരത്തിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഒരു ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പോൾ എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെന്താ ജീൻ ബാങ്കുകൾ എന്നിവയൊക്കെയാണ് എക്സിറ്റു കൺസർവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനും ഏകോപിപ്പിക്കാനുമായി സർക്കാർ തലത്തിലും അല്ലാതെയും നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെയായി ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സംഘടനകൾ ഒന്ന് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. ഇനി WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFന്റെ ലക്ഷ്യങ്ങൾ. ഈ സംഘടനയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലൻഡാണ്. WWFന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡാണ്. അതിൻ്റെ ചിഹ്നം കണ്ടോ? എന്താണ്? ഭീമൻ പാണ്ഡെയാണ് കേട്ടോ WWF. ഇനി നമ്മുടെ വനങ്ങളെ അറിയാൻ എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചേക്കാം. കേരളത്തിലെ വനം വന്യജീവി വകുപ്പിന് കീഴിൽ 30ഓളം കേന്ദ്രങ്ങളിലായി പ്രകൃതി പഠന ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. ഏകദിന ത്രിദിന ക്യാമ്പുകളിലൂടെ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത വനാന്തര യാത്രകളിൽ പങ്കാളിയാകാനുള്ള അവസരം ലഭിക്കുന്നു. സ്കൂളുകളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ബന്ധപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡിന് അപേക്ഷ നൽകിയാൽ അങ്ങനെ ഒരു അറിവാണ് കേട്ടോ. അവർക്കും എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാം. കുട്ടികൾക്കും അത്തരത്തിലൊരു ക്യാമ്പിൽ പങ്കെടുക്കാമെന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ജൈവ സമ്പത്ത് പരിരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്കായി നിലനിർത്തേണ്ടതും നമ്മുടെ കടമയാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ അത് സാധ്യമാക്കും എന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സൈലന്റ് സ്പ്രിംഗ്, റേച്ചൽ കേഴ്സൺ, പിന്നെ ഇക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. നമ്മളത് നോട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഫർദർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് അവിടെയുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ യൂസ് ചെയ്ത് വീക്ക്ലി എക്സാംസും എഴുതുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാം. താങ്ക്